അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സിപിഐഎം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും കനത്ത തിരിച്ചടി. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഇരുവരുടെയും വിടുതൽ ഹർജി പ്രത്യേക സിബിഐ കോടതി തള്ളി. ഇരുവരും വിചാരണ നേരിടണമെന്ന് കോടതി വ്യക്തമാക്കി. കോടതി വിധിയിൽ സന്തോഷമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് പറഞ്ഞു. നിയമ പോരാട്ടം തുടരുമെന്ന് പി ജയരാജനും വ്യക്തമാക്കി. അല്ല, ഞങ്ങൾക്ക് ഇതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ നിയമപോരാട്ടം ഇവിടെ കൊണ്ട് തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിലും ഞങ്ങളുടെ നാട്ടുകാരിലും കേരളത്തിലെ പൊതുബോധത്തിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ, പാർട്ടി എല്ലാവരും നിരന്തരം പിന്തുണ അർപ്പിച്ച് തളരുത് എന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് നയിച്ചതുകൊണ്ടാണ് ഈ കേസ് ഇതുവരെ എത്തിയത്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നമുക്കൊപ്പം എത്തുന്നു. ശ്യാം ദേവരാജ്, അരിയിൽ ഷുക്കൂർ വധക്കേസിൽ ഇനി എന്ത്? അരിയിൽ ഷുക്കൂർ വധക്കേസിൽ എറണാകുളം പ്രത്യേക സിബിഐ കോടതിയാണ് അല്പസമയം മുമ്പ് ഇന്ന് രാവിലെയോടുകൂടി അതിൻ്റെ വിധി പ്രസ്താവം നടത്തിയത്. അത് വിടുതൽ ഹർജിയിലാണ്. വിടുതൽ ഹർജി നൽകിയത് സിപിഎമ്മിൻ്റെ കണ്ണൂരിലെ നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷുമാണ്. രണ്ടുപേരും മുൻ MLA കൂടിയാണ്. നേരത്തെ അരിയിൽ ഷുക്കൂർ വധക്കേസിലെ തുടരന്വേഷണത്തിലാണ് സിബിഐ രണ്ടുപേരെയും പ്രതി ചേർത്തതും തുടർന്ന് കുറ്റപത്രം നൽകിയതും. ഈ കുറ്റപത്രത്തിൽ നിന്നും വിടുതൽ നൽകണം, പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു രണ്ടുപേരുടെയും ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച 2023 ജനുവരിയിലാണ് രണ്ടുപേരും എറണാകുളം പ്രത്യേക സിബിഐ കോടതിയിൽ ഈ അപേക്ഷ നൽകിയത്, വിടുതൽ ഹർജി നൽകിയത്. അതിന്മേൽ 18 മാസങ്ങൾക്കിപ്പുറമാണ് എറണാകുളം പ്രത്യേക സിബിഐ കോടതി ഈ വിടുതൽ ഹർജി തള്ളിയത്. രണ്ടുപേരും വിചാരണ നേരിടണം. വിചാരണ അടുത്ത മാസം ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ രണ്ടുപേരും പി ജയരാജനും ടി വി രാജേഷിനും മുന്നിലുള്ള രണ്ട് വഴികൾ: ഒന്നുകിൽ വിചാരണ നേരിടുക, അല്ലെങ്കിൽ വിചാരണ കോടതി വിധിക്കെതിരെ, വിടുതൽ ഹർജി തള്ളിയ വിധിക്കെതിരെ അപ്പീൽ നൽകുക എന്നതാണ്. അപ്പീൽ നൽകുകയാണെങ്കിൽ അത് ഹൈക്കോടതിയായിരിക്കും സമീപിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ വിചാരണ നേരിടണം. വിചാരണ നേരിടേണ്ടത് ഇതേ കോടതിയിലാണ്, വിചാരണ കോടതിയിലാണ്, എറണാകുളത്തെ പ്രത്യേക സിബിഐ കോടതിയിലാണ്. ഓക്കെ, താങ്ക് യു. ശ്യാം ദേവരാജാണ് ക്വിക്ക് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നത്. അടുത്ത വാർത്തയിലേക്ക്.